యెహోవాయంగిల సంతోషం പറഞ്ഞാട്ടെ, എവിടെയാ നിങ്ങളുടെ ബലം? സന്തോഷം ഇപ്പോൾ എവിടെയാ ഉള്ളത്? പരിശുദ്ധാത്മാവിൽ. ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എവിടെയാ ഉള്ളത്? പരിശുദ്ധാത്മാവാകുന്ന ഇപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ തീയുണ്ട്, അവിടെ വെളിച്ചമുണ്ട്, അവിടെ അത്ഭുതമുണ്ട്, അവിടെ സാന്നിധ്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് സ്വർഗത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ അത് സ്വർഗമാണ്. പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലും ഉള്ളത് കൊണ്ട് നമ്മൾ സ്വർഗത്തെ വഹിക്കുന്നു. എഫെസ്യർ 2-ാം അധ്യായം, എഫെസ്യർ 2:4 മുതൽ 8 വരെ. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ മഹാകരുണയാൽ നമ്മളെ ഉയർത്തിപ്പിച്ചു. അവൻ നമ്മളെയും ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. എന്നിട്ട് നമ്മളെ ഇരുത്തിയിരിക്കുന്നു അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമ്മൾ സ്വർഗീയ മണ്ഡലത്തിലാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിലും നിങ്ങൾ സ്വർഗീയ മണ്ഡലത്തിലാകുന്നു. ആമേൻ. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു. എന്തോ അടഞ്ഞിരിക്കുന്ന വീടിനകത്ത്, ആമേൻ, യഹൂദന്മാരെ പേടിച്ചിട്ട് അവർ വീടിനകത്ത് പേടിച്ചിരിക്കുക. അവിടെ ആ സമയത്ത് യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു. അടഞ്ഞ വാതിൽ. ശ്രദ്ധിച്ചാട്ടെ, അവൻ ആ വീടിനകത്ത് ചെന്നു. അടഞ്ഞു കിടന്ന വാതിലിലൂടെ അവൻ അകത്ത് ചെന്നു. എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം, ആമേൻ, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അതിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് എവിടെ വേണമെങ്കിലും ചെല്ലാൻ കഴിയുമായിരുന്നു. അടഞ്ഞ വാതിലുകളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും, പർവ്വതങ്ങളിലൂടെ സംസാരിക്കുവാൻ കഴിയും, കടലിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും അവന്. അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരം, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഇപ്പോൾ അവിടെ എവിടെയുണ്ട്? അവൻ തന്നെ വെളിപ്പെടുത്തി. അവർ പേടിച്ചിരുന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ശാലോം, ശാലോം, നിങ്ങൾക്ക് സമാധാനം. തോമസ് അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അവൻ പറഞ്ഞു, അവിടെ പറഞ്ഞത്, നിങ്ങൾക്കറിയാമോ, മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടെ നമ്മുടെ നടുവിൽ വന്നു. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും എൻ്റെ കൈ കൊണ്ട് തൊടുകയും ചെയ്തിട്ടല്ലാതെ, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ടില്ലാത്ത, എൻ്റെ വിരലുകൾ അവൻ്റെ മുറിവിൽ, വിലാപ്പുറത്ത് മുറിവിൽ കൈയിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. എങ്കിലേ ഞാൻ വിശ്വസിക്കൂ. എന്നെ ശ്രദ്ധിച്ചാട്ടെ. അവൻ പറഞ്ഞു, അവൻ സംശയിച്ചു. അവൻ്റെ സംശയത്തെ പറഞ്ഞു. ആത്മാവിൽ അവൻ കേട്ടു. അവൻ സംശയത്തോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് പറയുന്നുവോ കർത്താവ് കേൾക്കുന്നു. ആമേൻ. നിങ്ങളുടെ സംശയത്തിൻ്റെ വാക്കുകളും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്കും കർത്താവ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പോസിറ്റീവായ വാക്കും നിങ്ങളുടെ നെഗറ്റീവ് വാക്കും കർത്താവ് കേൾക്കുന്നു. കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നു. 7 ദിവസത്തിന് ശേഷം പിന്നെയും യേശു ചെന്നു. എന്നിട്ട് പറഞ്ഞു, തോമസേ, വരിക, എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ കരത്തെ തൊടുക. നോക്കിക്കേ, എൻ്റെ വിരൽ, ആമേൻ, ആണിപ്പാടുകൾ കണ്ടേ ആ മുറിവിൻ്റെ പാടുകൾ. നിൻ്റെ കൈ എൻ്റെ വിലാപ്പുറത്തേക്ക് ഇടുക. തോമസ് ഞെട്ടി. യേശുവിനോട് ഇത് ആരും പറഞ്ഞു കൊടുത്തതല്ല. ഹലോ സാർ, കർത്താവേ, തോമസിന് നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, അവൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞെന്ന് ആരും പറഞ്ഞില്ല. ദൈവം നിങ്ങൾ പറയുന്നതിനെ കേൾക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് സൂക്ഷിക്കുക. ഇന്ന് മുതൽ, എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്ന് മുതൽ പറഞ്ഞാട്ടെ, വായി തുറന്ന്. എനിക്കറിയാം കർത്താവ് കേൾക്കുന്നു. എൻ്റെ എല്ലാ വാക്കും, ഞാൻ പറയുന്ന ഓരോ വാക്കും, ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും, ആമേൻ, ഞാൻ പറയുന്ന, ഞാൻ പ്രഖ്യാപിക്കുന്ന, ഞാൻ ഏറ്റുപറയുന്ന, ഞാൻ കൽപ്പിക്കുന്ന ഓരോ വാക്കും കർത്താവ് കേൾക്കുന്നു. അതുകൊണ്ട്
ഞാൻ വളരെ സൂക്ഷിക്കും ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിൽ. ആമേൻ. ഒരു നെഗറ്റീവ് വാക്ക് ഞാൻ പറയത്തില്ല, ഒരു അവിശ്വാസത്തിൻ്റെ വാക്കും പറയത്തില്ല. തോമസ് കണ്ടു, അവൻ ഞെട്ടി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശു പറഞ്ഞു, തോമസേ, നീ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു. എന്നാൽ ഒരു വിശ്വാസമുണ്ട്. ആമേൻ. പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള, ആമേൻ, തൊടുന്നു, മണക്കുന്നു, എന്നിട്ട് ആമേൻ തിരിച്ചറിയുന്നു, അറിയുന്നു. ഒരു വിശ്വാസമുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ളൊരു വിശ്വാസം. എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 5:7, 5:7, 6, 7. അവൻ പറയുന്നു, നമ്മൾ കാഴ്ചയാലല്ല നടക്കുന്നത്, നമ്മൾ തോമസിൻ്റെ വിശ്വാസത്താലല്ല നടക്കുന്നത്, നമ്മൾ യേശുവിൻ്റെ വിശ്വാസത്താലാണ് നടക്കുന്നത്. ആരുടെ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? യേശുവിൻ്റെ വിശ്വാസം. ആമേൻ. യേശുവിൻ്റെ വിശ്വാസം. 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയായിരുന്നു. 2 ശിഷ്യന്മാർ. ലൂക്കോസ് 24:21 വാക്യം. ആളുകൾ യേശുവിനോട് പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, യേശു നമ്മളെ വീണ്ടെടുക്കുമെന്ന്. ഈ റോമക്കാരുടെ കയ്യിൽ നിന്ന് യേശു ഞങ്ങളെ വിടുവിക്കും ചിന്തിച്ചു. അവൻ ഞങ്ങൾക്ക് രാജ്യം നൽകുമെന്ന് വിശ്വസിച്ചിരുന്നു. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കം ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് ആ കഥ അറിയാം. അവസാനം യേശു പറഞ്ഞു, അവർ തന്നെ വെളിപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, വിശ്വാസമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നതല്ല, അതൊരു വെളിപ്പാടാണ്. വിശ്വാസമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവനയല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്. അത് ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ്, ആത്മാവിലുണ്ടാകുന്ന പ്രേരണ. ഹല്ലേലൂയ. വിശ്വാസ കാഴ്ചയാലല്ല, വിശ്വസിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ തോന്നലുകളിലല്ല, വിശ്വസിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ കണ്ണുകളിലൂടെ കാണുവാൻ കഴിയത്തില്ല, അത്ഭുതങ്ങളെ കാണാൻ കഴിയത്തില്ല. ദൈവവചനം പറയുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അവിടെയാണോ ആമേൻ അത്ഭുതങ്ങളുള്ള സ്വർഗസ്ഥലങ്ങളിൽ? അവിടെയാണ്, സ്വർഗീയ സ്ഥലത്താണ് നിങ്ങളുടെ അത്ഭുതം. അവിടെയാണ് നിൻ്റെ ഭാവി ഇരിക്കുന്നത്, അവിടെയാണ് നിൻ്റെ കാർ ഇരിക്കുന്നത്, നിൻ്റെ ഭാവി പങ്കാളി ഇരിക്കുന്നത് അവിടെയാണ്, അവിടെയാണ് നിൻ്റെ സാമ്പത്തിക അനുഗ്രഹം ഇരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ സ്ഥലങ്ങളിൽ, സ്വർഗീയ സ്ഥലത്ത്, ഇവിടെ സ്വർഗത്തിൽ. ആമേൻ. ആ സ്വർഗീയ സ്ഥലം ഇപ്പോൾ എവിടാണ്? നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? പറഞ്ഞേ. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശം ഭൂമി മാറിപ്പോകും, പക്ഷേ എൻ്റെ ഒരു വചനങ്ങൾ ഒരു നാളും മാറിപ്പോകത്തില്ല. യേശു പറഞ്ഞത്. ആമേൻ. അങ്ങനെയാണ് യേശു പറഞ്ഞത്, ഇല്ലേ? ദൈവവചനം പറയുന്നു, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ശ്രദ്ധിച്ചേ, ഇത് വളരെ പ്രവചനാത്മകതയാകാൻ പോകുന്നു, അതുപോലെ വെളിപ്പാടുമായിട്ട് മാറുവാൻ പോകുന്നു. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവവചനത്തെ വിശ്വസിക്കുന്നു എത്ര പേർ? ഒരു ദൈവമനുഷ്യൻ ഒരു പ്രസംഗം തയ്യാറാക്കുകയായിരുന്നു ഞായറാഴ്ചത്തേക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഡാഡി ഇന്ന് എന്ത് സന്ദേശമാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യോന മീനിൻ്റെ വയറ്റിലായിരുന്നു. അവൻ ചോദിച്ചു, ഈ യോന മീനിൻ്റെ വയറ്റിലായിരുന്നു വിശ്വസിക്കുന്നുണ്ടോ? ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇത് ആമേൻ. ഇനി ആ മീൻ യോനയുടെ വയറ്റിനകത്താണെന്ന് എഴുതിയാലും ഞാൻ വിശ്വസിക്കും. ബൈബിൾ എന്ത് പറയുന്നു, ഞാനതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ബുദ്ധിയിലുള്ള
പരിശോധനകളിലൂടെയുള്ള അല്ല അറിയേണ്ടത്, പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പാടിലാണ് അറിയാൻ. ആരെങ്കിലും പറഞ്ഞാട്ടെ, ആദ്യം ചിലർ പറയാറുണ്ട് ഈ അത്ഭുതം നടന്നിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന്. അങ്ങനെയുള്ളവർക്ക് അത്ഭുതം ഇല്ല. ആദ്യം വിശ്വസിക്ക്, അപ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഇതെല്ലാം സ്വർഗീയ മണ്ഡലങ്ങളിലാണ് ഇരിക്കുന്നത്. അത് അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ. നമ്മളും അതേ ക്രിസ്തുവിലാകുന്നു. നമ്മളും സ്വർഗീയ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സെഷൻ തീരുന്നതിന് മുന്നമേ നിങ്ങളുടെ സൗഖ്യത്തെ അനുഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ അത്ഭുതത്തെ, നിങ്ങളുടെ സാമ്പത്തിക വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. നോക്കിക്കേ, വചനത്തെ നോക്കിക്കേ. അവൻ നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും വേഗത്തിൽ വന്നേ, രണ്ടുപേര് കരങ്ങൾ ഒരുമിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ച് ഇവിടെ നടുവിൽ വന്നാട്ടെ, അവിടെ ഇരുന്നാട്ടെ. ഞാൻ എഴുന്നേക്കാൻ പറയുമ്പോൾ രണ്ടുപേരും എഴുന്നേക്കണം. ദൈവം ക്രിസ്തുവിനെ, ഇദ്ദേഹമാണ് ക്രിസ്തു എന്നിരിക്കട്ടെ, ഇദ്ദേഹം ഒരു വിശ്വാസിയാണെന്നിരിക്കട്ടെ. ആമേൻ. പാപത്തിൽ മരിച്ചവരാണ്. ദൈവം ക്രിസ്തുവിനെ മുട്ടുമടക്കി എഴുന്നേക്കാൻ പറയുമ്പോൾ നിങ്ങൾ എഴുന്നേക്കണം രണ്ടുപേരും. ഓക്കെ, ആമേൻ. നിങ്ങൾ രണ്ടുപേരും എഴുന്നേക്കണം. ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുകയാണ്. ദൈവവചനം പറയുന്നു, നമ്മളും പാപത്തിൽ മരിച്ചവരായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ വിശ്വാസിയും ഉയർത്തെഴുന്നേറ്റു. ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. ആ ക്രിസ്തുവിനോടുകൂടെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് സ്വർഗീയ സ്ഥലത്തിരുത്തി. ആമേൻ. പിതാവിനോടൊപ്പം. ആമേൻ. ക്രിസ്തു നിങ്ങളും. ആമേൻ. ഹല്ലേലൂയ. Creation, I'm a brand new man. All things are passed away. I'm born again. Oh, I'm more than a conqueror. that's true. Yeah. I'm a heavenly person. I'm a brand new man. Seated in the heavenly realm. സ്വർഗസ്ഥലത്തിൽ ഇരുത്തപ്പെട്ടവൻ. നിങ്ങളിപ്പോൾ എവിടെയാണ് സഹോദരാ? പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ. ചിലർ പറയുക, എനിക്ക് സ്വർഗത്തിലോട്ട് പോകണം പാസ്റ്ററെ, ദയവായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ ഓൾറെഡി സ്വർഗത്തിലാണ്. എഫേസ്യർ 2:7 നിങ്ങൾ സ്വർഗീയ മണ്ഡലത്തിലാകുന്നു. അവിടെയാണ് ക്രിസ്തു. എവിടെ ഉണ്ടോ അവിടമാണ് സ്വർഗം. ആമേൻ. ഹലോ. അതിനർത്ഥം ഞാൻ സ്വർഗം ഇല്ല എന്ന് ഞാൻ തള്ളി പറയുകയല്ല. സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. പിശാചുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നരകമുണ്ട്, നമുക്ക് വേണ്ടിയുള്ള നരകം. ആമേൻ. അതുകൊണ്ട് അവൻ നമ്മളെ ഉയർപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ. യേശുവിന് എന്തൊക്കെ സംഭവിച്ചോ അത് നമുക്കും സംഭവിച്ചു കഴിഞ്ഞു. അവൻ ഉയർപ്പിക്കപ്പെട്ടു, നമ്മളും ഉയർപ്പിക്കപ്പെട്ടു. അവൻ സ്വർഗസ്ഥലത്തിരുത്തപ്പെട്ടു, പിതാവിനോടൊപ്പം നമ്മളും അതുപോലെ ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്വർഗസ്ഥലത്തിലായിരിക്കുന്നത്. ആമേൻ. ആമേൻ. എഫെസ്യർ 1:3 പറയുന്നു, ആമേൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ എല്ലാ അനുഗ്രഹത്താലും, സ്വർഗസ്ഥലങ്ങളിലുള്ള എല്ലാ അനുഗ്രഹത്താലും, ഹല്ലേലൂയ, എല്ലാ ആത്മീക അനുഗ്രഹത്താലും. ആദ്യം ആത്മീക അനുഗ്രഹം, ആദ്യം ആത്മീക മണ്ഡലം. ആത്മമണ്ഡലത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ എന്നിട്ട് കൽപ്പിക്കുമ്പോൾ അത് സാധാരണ മണ്ഡലത്തിലേക്ക് വെളിപ്പെട്ട് വരും, ഭൗതിക മണ്ഡലത്തിലേക്ക്. ഹല്ലേലൂയ. അബ്രഹാമിന് ഉൽപ്പത്തി 12:2-3 ദൈവം വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, അതെ സാർ, നിന്റെ ദേശത്തെ വിട്ട് പുറത്തു വരിക, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും അബ്രഹാമേ, ഞാൻ നിന്റെ പേര് വലിയതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാവരും പറഞ്ഞാട്ടെ,
ഞാനൊരു അനുഗ്രഹമാണ്. എല്ലാവരും പറഞ്ഞോട്ടെ, ഞാനൊരു ശാപമല്ല, I'm a blessing. ഞാനൊരു അനുഗ്രഹമാകുന്നു. God called him out. ദൈവം എന്നെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. And എന്നിട്ട് he said, അവൻ പറഞ്ഞു, if you read in 15th chapter, Lord, I don't have a child. നിങ്ങൾ 15-ാമത്തെ അധ്യായം നോക്കിയാൽ, കർത്താവേ എനിക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്ക് അവകാശമില്ല, എനിക്കൊരു അവകാശമില്ല. ദൈവം പറഞ്ഞു, പുറത്തു വാ. എല്ലാവരും പറഞ്ഞിട്ടെ, പുറത്തു വാ. Out of your territory, നിന്റെ അതിർ വിട്ട് പുറത്തു വാ. out of your crookedness. നിന്റെ ആ ഇടുങ്ങിയ ചിന്താഗതി വിട്ട് പുറത്തു വാ. നിന്റെ ഇടുങ്ങിയ ചിന്താഗതി വിട്ട് പുറത്തു വാ. പുറത്തു വാ. ഉയരത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്. I see the storm. I hear the mighty thunder. ദൈവം പറഞ്ഞു, അബ്രഹാമേ ഉയരത്തിലേക്ക് നോക്ക്, തല ഉയർത്തി നോക്ക്, നക്ഷത്രങ്ങളെ കാണ്. എത്ര നക്ഷത്രങ്ങളുണ്ട്? എണ്ണിത്തീർക്കാൻ കഴിയാത്തത്രയും. When I was a child, a small boy, ഞാനൊരു ചെറിയ പയ്യനായിരുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ആരോ പറഞ്ഞു, അമേരിക്കൻ കമ്പ്യൂട്ടർ പറഞ്ഞത് അവരിങ്ങനെ നക്ഷത്രങ്ങൾ എണ്ണാൻ നോക്കി അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് എണ്ണിത്തീർക്കാൻ കഴിയത്തില്ല, അവർക്ക് എണ്ണാൻ കഴിയില്ല. say uncountable. പറഞ്ഞാട്ടെ, എണ്ണാൻ കഴിയാത്ത അത്രയും, അളക്കാൻ കഴിയാത്ത അത്രയും. ആമേൻ. എണ്ണമറ്റ നിലയിൽ. ആമേൻ. ഇതിന് ദൈവം പറയുക, ആ നിലവാരത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. ഒരു കുഞ്ഞും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം എന്ന് പറയുന്നത്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. God gives first blessing. ദൈവം ആദ്യം അനുഗ്രഹത്തെ തൻ്റെ വചനത്തിലൂടെയാണ് നൽകിയത്. ആ വചനം That word comes to you. ആ വചനം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ, അതിനെ വിശ്വസിക്കുമ്പോൾ, അതേ കർത്താവേ, I receive your word. അതേ കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതേ കർത്താവേ, അതേ കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുന്നു. അതേ കർത്താവേ, അതേ കർത്താവേ, ഞാൻ അനുഗ്രഹത്തെ കാണും. ആമേൻ. Abraham believed. അബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി 15:6 പറയുന്നു, അവൻ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവന് മാത്രമല്ല, Even Galatians chapter ഗലത്യർ 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയും, 6-ാം അധ്യായം മുതൽ. അതുപോലെ റോമർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലും കാണാം. Romans chapter 4. റോമർ 4 നിങ്ങൾക്ക് 3-ാം അധ്യായം മുതൽ വായിക്കാം. അതുപോലെ 23 മുതൽ 21. Abraham believed. അബ്രഹാം വിശ്വസിച്ചു. 17 also you can note down. 17 മുതൽ നിങ്ങൾ കാണാം. റോമർ 4:17 മുതൽ. ആമേൻ. See, we believe and we serve നമ്മൾ everything. ആമേൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ആമേൻ. ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു. When there is no car, ഒരു കാറും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കാറ് വരട്ടെ. ആമേൻ. see, car means they are happy. കാറെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കണ്ടോ? ശക്രബട്ടിയാർ കത്രബ ഷണ്ട. When there is no miracle, ഒരു അത്ഭുതം ഇല്ലാതിരിക്കുമ്പോൾ അത്ഭുതം വരട്ടെ എന്ന് പറയണം. അത്ഭുതം വരിക, വരിക. Abraham അബ്രഹാം അവൻ വിശ്വസിച്ചു. in God who calls. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ. ആമേൻ. എന്ന് ദൈവത്തെ വിശ്വസിച്ചു അബ്രഹാം. When you seem to be nobody, നിങ്ങൾ ആരും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിയാണ്, ഞാൻ അത്ഭുത ശുശ്രൂഷകനാകുന്നു, rich person. ഞാൻ സമ്പന്നനാണ് എന്ന് പറയണം. ഹല്ലേലൂയ. I believe. ഞാൻ വിശ്വസിക്കുന്നു, I believe. ഞാൻ വിശ്വസിക്കുന്നു. Do you believe? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? When Jairus' daughter was there, യായിറോസിൻ്റെ മകൾ മരിച്ചു പോയപ്പോൾ ആ വാർത്ത യായിറോസിൻ്റെ അടുത്തെത്തി. യേശുവും അത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ചിന്തിക്കുന്നു 34 മുതൽ വായിക്കാം. ഇപ്പോൾ that faith ആ വിശ്വാസം, is of Jesus. യേശുവിൻ്റെ വിശ്വാസം, God raised Jesus. ദൈവം യേശുവിനെ ഉയർപ്പിച്ചപ്പോൾ നമ്മളും ഉയർത്തെഴുന്നേറ്റു. നമ്മളിപ്പോൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നമുക്കിപ്പോൾ യേശുവിൻ്റെ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. So, with that faith only we were saved. ആ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നത്. Faith that we used for salvation. നമ്മുടെ രക്ഷയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഉപയോഗിച്ച അതേ വിശ്വാസം തന്നെയാണ് എല്ലാ അത്ഭുതങ്ങൾക്കും മതിയായത്. അതുകൊണ്ട് നിങ്ങൾ റോമർ 10-ാം അധ്യായം വായിച്ചാൽ
8 മുതൽ 10 വരെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ റോമർ എഴുതിയ ലേഖനം 10-ാം അധ്യായം 8 മുതൽ 10 വരെ റോമാലേഖനം. അത് വചനം എന്ത് പറയുന്നു? ബൈബിൾ എന്താ പറയുന്നത്? വചനം എന്ത് പറയുന്നു? ആ വചനം നിനക്ക് സമീപസ്ഥമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം തന്നെ. നമ്മൾ എന്താണ് പ്രസംഗിച്ചത്? ദൈവവചനത്തെയാണ് പ്രസംഗിച്ചത്. അതാണ് വിശ്വാസം. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവവചനം, അതിനകത്താണ് വിശ്വാസമുള്ളത്. ആമേൻ. അടുത്തത് വായിച്ചട്ടെ, അടുത്ത വാക്യം. നിങ്ങൾ കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ ഏറ്റു പറയാറുണ്ടോ? യേശുവാണ് കർത്താവ് എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളും ഒരു രക്ഷകനാണ്. ഹലോ നിങ്ങളൊരു രക്ഷകനാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷകനാണ്. ആമേൻ. നിങ്ങളെല്ലാവരും രക്ഷകന്മാരാണ്. ഒബാദ്യ 21. ആമേൻ. നിങ്ങളെല്ലാവരും വിടുവിക്കുന്നവരാണ്. മത്തായി 1:21 പറയുന്നു, ഗബ്രിയേൽ വന്നിട്ട് അവൻ യോസഫിനോട് പറയുക, യോസഫേ, നിനക്കൊരു മകൻ ജനിക്കും. ആമേൻ. മറിയയിലൂടെ ഒരു മകൻ ജനിക്കും. അവൻ യേശു എന്ന് വിളിക്കപ്പെടും. അവൻ യേശു എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം. പറഞ്ഞാട്ടെ, ഞാനൊരു രക്ഷകനാണ്. ഞാൻ ജനത്തെ രക്ഷിക്കും. പാപങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, ആമേൻ, പിശാചിൽ നിന്നും, ആമേൻ, അടിമത്തങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? രക്ഷകൻ. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. ഓബദ്യാവ് 21-ാമത്തെ വാക്യം. ആമേൻ. ദൈവപുത്രൻ. നിങ്ങൾ ആരാണ്? ഒരു രക്ഷകൻ. ഒത്തിരി രക്ഷകന്മാരിവിടെയുണ്ട്. ആമേൻ. നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? റോമർ 10-ാമത്തെ വാക്യം. 10:10. റോമർ 10:10. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ യേശുവാണ് കർത്താവെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ രക്ഷയെ സ്വീകരിക്കുന്നു. നിങ്ങൾ അതേ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ നിങ്ങളെ നീതിമാനാക്കി മാറ്റുന്നു. എന്നിട്ട് നിങ്ങൾ ഒരു രക്ഷകനായി മാറുന്നു. നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ആ സുവിശേഷത്തെ കേട്ടു, എന്നിട്ട് ആ രക്ഷയെ സ്വീകരിച്ചു. റോമർ 10:17 പറയുന്നു, വിശ്വാസം വരുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ഉണ്ടാകുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വാസം വരുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വാസം വരുന്നത്. വിശ്വാസം വരുമോ? അതെ, വിശ്വാസം വരും. നിങ്ങൾ വിശ്വാസത്തിൽ വളരുമോ? അതെ, ഞാൻ വിശ്വാസത്തിൽ വളരും. എല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വാസം വരുന്നത് ഞാൻ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനം അതിൽ തന്നെ വിശ്വാസത്തെ വഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു കുത്തിവയ്പ് എടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു രോഗത്തിനൊരു കുത്തിവയ്പ് എടുക്കുന്നതെന്നിരിക്കട്ടെ, ആ കുത്തിവയ്പ്പിനുള്ളിൽ നിങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി അതിനകത്തുണ്ട്. അമ്മേൻ. അത് ചില സമയത്തിനകത്ത് അത് നിങ്ങളെ സൗഖ്യമാക്കും. ഇതുപോലെ നിങ്ങൾ ദൈവവചനത്തെ കേൾക്കുമ്പോൾ ദൈവവചനത്തെ എടുക്കുക, എന്നിട്ട് വചനത്തെ വിശ്വസിക്കുക, എന്നിട്ട് വചനത്തെ പ്രാപിക്കുക. ആ വചനത്തിലുള്ള ശക്തി വെളിപ്പെടുവാൻ തുടങ്ങും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഒരു വലിയ ജാതിയാകുവാൻ പോകുന്നു എന്ന്. ആമേൻ. ഒരു കുഞ്ഞു പോലും ഇല്ലാതിരുന്ന അബ്രഹാമിനെ ഒരു വലിയ ജാതിയാക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ വചനത്തിനുള്ളിലെ ശക്തി. ഓരോ ദൈവവചനവും ദൈവത്തിൻ്റെ വിത്താണ്. അത് ദൈവത്തിൻ്റെ ശക്തിയെ വഹിക്കുന്നതാണ്. അതിന് തലമുറകളെ
ആമേൻ പുറപ്പെടുവിക്കുവാനുള്ള ശക്തി അതിനുണ്ട്. ഹല്ലേലൂയ. ദൈവം പറയുകയാണെന്ന് നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യ കർത്താവേ വചനം എന്ത് പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ രോഗത്തെ നോക്കുന്നില്ല, ഞാൻ എൻ്റെ പുറമെയുള്ള മനുഷ്യനെ നോക്കുന്നില്ല. എന്ത് വചനം പറയുന്നു നിങ്ങൾ സൗഖ്യം ആയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാപിക്കുന്നു. ആ സൗഖ്യമാക്കുന്ന അഭിഷേകം, ആ ദൈവവചനത്തിലുള്ള സൗഖ്യമാക്കുന്ന ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടിട്ട് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഓരോ വചനത്തെ എത്ര പേർ പ്രാപിച്ചിരിക്കുന്നു? ഓരോ വചനത്തിനും ദൈവശക്തിയുണ്ട്. ഓരോ വചനത്തിലും ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു, ആ കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. ആമേൻ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ അതിന് 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവൻ സുവിശേഷത്തിൻ്റെ വചനം കേട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിച്ച സുവിശേഷ വചനം. അദ്ദേഹം ഒരു മുടന്തനായ മനുഷ്യനായിരുന്നു. കുട്ടിക്കാലം മുതൽ അയാൾ നടന്നിട്ടേ ഇല്ല. അയാൾ ജന്മനാ മുടന്തനാണ്. ശ്രദ്ധിച്ചേ, അയാൾ പൗലോസിൻ്റെ പറഞ്ഞ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. നിങ്ങൾക്ക് ആ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നറിയാമോ? നിങ്ങളിത് ഇരിക്കും തോറും നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് നിങ്ങളത് വിതച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വളർന്നു വരുന്നത് കാണുവാൻ കഴിയും. ഇതുപോലെ വചനവും വളരും. വചനം നിങ്ങൾക്ക് ശക്തിയെ നൽകിത്തരും. ഈ മനുഷ്യനത് കേട്ടുകൊണ്ടേയിരുന്നു തുടർച്ചയായിട്ട് ദൈവവചനത്തെ. പൗലോസും അതുപോലെ അമ്മ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു, വളരെ സൂക്ഷിച്ച് നോക്കിയായിരുന്നു. അദ്ദേഹം കണ്ടു വിശ്വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ട്. സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം പറഞ്ഞാട്ടെ, സൗഖ്യമാകുവാനുള്ള വിശ്വാസം, അത്ഭുതം പ്രാപിക്കുവാനുള്ള വിശ്വാസം, നടക്കുവാനുള്ള വിശ്വാസം, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം ഉറക്കെ പറഞ്ഞാട്ടെ, വിശ്വാസം, അത്ഭുതങ്ങൾ പ്രാപിക്കുവാനുള്ള വിശ്വാസം, സൗഖ്യമാകുവാനുള്ള വിശ്വാസം, സമ്പന്നനാകുവാനുള്ള വിശ്വാസം, പ്രവചിക്കുവാനുള്ള വിശ്വാസം, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വിശ്വാസം. ഈ മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് പൗലോസ് പറയുക, ഉറക്കെ. കാരണം ചില സമയത്ത് വിശ്വാസം ഉറക്കെ കൽപ്പിക്കുന്നു. വിശ്വാസം ചില സമയത്ത് കിടന്നുറങ്ങും. വിശ്വാസം ചില സമയത്ത് ശാന്തമായിരിക്കും. ആമേൻ. നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടും. ചില സമയത്ത് നിങ്ങൾ ഒത്തിരി ഒച്ചയ്ക്ക് സംസാരിക്കേണ്ടി വരും. ചില സമയത്ത് നിങ്ങൾ ഓക്കെ സാരമില്ല പൊക്കോളം പറയും. ഈ മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പൗലോസ് ഒച്ചയ്ക്ക് പറയുകയാണ്, എഴുന്നേൽക്ക്, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക. ആമേൻ. ഈ മനുഷ്യൻ ജന്മനാ മുടന്തനായ മനുഷ്യനാണ്. നോക്കിക്കേ, ദൈവവചനത്തിലുള്ള ശക്തി കണ്ടോ? ആമേൻ. ദൈവവചനത്തിൽ ശക്തിയുണ്ട്. അവിടെ ശക്തിയുണ്ട്. ആ അടങ്ങാത്ത ശക്തി, നിത്യമായ ശക്തി, അസാധാരണ ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി, സമൃദ്ധി നൽകുന്ന ശക്തി ദൈവവചനത്തിലുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അവൻ പറഞ്ഞു, എഴുന്നേൽപ്പിക്ക്. അവൻ നേരെ കാലു നിവർന്നു നിന്നു. വചനം പറഞ്ഞു. അവൻ വിശ്വസിച്ചു. അവൻ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ശക്തി അതാണ് ദൈവവചനത്തിലുള്ളത്. ഹല്ലേലൂയ. ആ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ അധികാരത്തോടെ സംസാരിക്കുമ്പോൾ, വിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊരു മിനി ക്രൂസേഡ് നടത്തുകയായിരുന്നു.
ഒരു പെൺകൊച്ചിനെ അവിടെ കൊണ്ടുവന്നു. ഞാൻ ചിന്തിക്കുന്നത് 19 വയസ്സുള്ള പെൺകൊച്ച്. 7 മാസം മറ്റും അവർക്ക് നടക്കാൻ കഴിയത്തില്ലായിരുന്നു. 2 പേരുടെ സൈക്കിളിൽ ഇരുത്തിയാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത്. എന്നിട്ട് തറയിലിരുത്തി. ഞങ്ങൾ വെല്ലൂരിൽ ആ സമയത്ത് ശുശ്രൂഷ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ചിന്തിക്കുന്നത് 2002 അവിടെ ചെറിയ ചെറിയ ക്രൂസൈഡുകൾ നടത്തുകയായിരുന്നു ഞങ്ങൾ. അവിടെ മീറ്റിംഗ് തീരാറായപ്പോൾ ഞാൻ വിശ്വാസത്തെ ഒന്ന് പരിശീലിച്ചു. ആ ഗ്രാമവാസികൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കൂടെ കുറച്ച് വിശ്വാസികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനടി ആ പെൺകൊച്ച് ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പോഴും അവൾ ആ ഗ്രാമത്തിലുണ്ട്. അവൾ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 2 കുഞ്ഞു ആൺമക്കളുണ്ട് ഇപ്പോൾ സഹോദരിക്ക്. ഇതുപോലെ ദൈവം അനേകം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ പോലും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ വചനത്തെ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾക്ക് നൽകപ്പെട്ട അധികാരത്തോടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളൊരു രക്ഷകനാകുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു രക്ഷകനാകുന്നു. ഞാൻ ആളുകളെ രക്ഷിക്കുവാൻ രോഗത്തിൽ നിന്നും, വ്യാധികളിൽ നിന്നും, അടിമത്തങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുവാനും ഒക്കെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവത്തെ മഹത്വം. വിശ്വാസം ദൈവവചനത്താലാണ് വരുന്നത്. ദൈവവചനത്തെ കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം പക്വതയുള്ളതാകും, വളരുക. അത് നിങ്ങളുടെ ആത്മാവിൽ നിന്നും അതിനെ പ്രവർത്തിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുക. അത് പക്വതയുള്ളതാകുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും ഇതാണ് കൽപ്പിക്കേണ്ട സമയമെന്ന്. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതിയെന്ന് വിശ്വസിക്കുക, കൽപ്പിക്കുക. ഈ സെഷൻ തീരുന്നതിന് മുൻപേ നിങ്ങൾ പരസ്പരം കൽപ്പിക്കാൻ പോവുക. നിങ്ങൾ അധികാരമെടുക്കാൻ പോകുന്നു. അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും, നിങ്ങളുടെ മനസ്സിൻ്റെ മേലും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും, നിങ്ങളുടെ മക്കളുടെ മേലും ഒക്കെ ഈ അധികാരം തന്നിട്ടുണ്ട്. അനുസരണക്കെട്ട മക്കളുടെ മേൽ നിങ്ങൾ അധികാരമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അനുസരിക്കുന്ന പറയണം. അവരോടല്ല, നേരിട്ട് അവരോടല്ല, ആത്മാവിൽ വേണം പറയാൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു രക്ഷകനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ രക്ഷ വന്നു. ഈ അതേ കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടും. അതാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ആൾക്കാരെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, രക്ഷിക്കുന്നൊരു വിശ്വാസം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു രക്ഷകനായി മാറുവാൻ കഴിയും. ഓബദ്യാവ് 21-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ഓബദ്യാവ് 21-ാമത്തെ വാക്യം, അവിടെ ഏദോമിൻ്റെ പർവ്വതവും യേശാവിൻ്റെ പർവ്വതവും കാണുന്നു. അവിടെ പറയുന്നത് രക്ഷകന്മാർ അവർ സിയോൻ പർവ്വതത്തിലേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ ന്യായം വിധിക്കും. അവർ ദുരാത്മാക്കളെ ന്യായം വിധിക്കും. അവർ രോഗത്തെ ന്യായം വിധിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ രോഗത്തെ ന്യായം വിധിക്കും. ഞാൻ രോഗത്തെ ന്യായം വിധിക്കും. ഞാൻ മരണത്തെ ന്യായം വിധിക്കും. ഞാൻ മരണത്തെ ന്യായം വിധിക്കും. നോക്കി, താരതമ്യേന സങ്കീർത്തനം 149 6 മുതൽ 8 വരെ എല്ലാ നീതിമാന്മാരായ സ്ത്രീകളും അവർക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. രാജാക്കന്മാരെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ദൈവവചനം കൊണ്ട് അവരെ ബന്ധിക്കുവാൻ. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ ആദ്യം എല്ലാ പൈശാചിക ശക്തികളെ ബന്ധിക്കുക, എന്നിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ പൈശാചിക അവിടെയുള്ള പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആത്മാക്കളെ നേടും. നിങ്ങൾ അനുഗ്രഹങ്ങളെ പ്രാപിക്കും. നിങ്ങൾ അനുഗ്രഹങ്ങളെ അവകാശമാക്കും. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പോകും മുൻപ് ആദ്യം ആ പട്ടണത്തിലെ ബലവാനെ പിടിച്ചു കെട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആ പൈശാചിക ശക്തികളതൊക്കെ നിങ്ങൾ ന്യായവിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. കരങ്ങൾ വലകരം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തി എൻ്റെ ജീവിതത്തിലും, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പട്ടണത്തിൽ, എൻ്റെ നഗരത്തിൽ, എൻ്റെ ദേശത്ത് ഉള്ള സകല ശക്തികളുടെ മേലും ദൈവം എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. നാസറായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അധികാരത്തെ ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ സകല പൈശാചിക ശക്തികളെയും ഞാൻ ഇരുമ്പ് ചങ്ങലകൾ, പരിശുദ്ധാത്മാവാകുന്ന ചങ്ങല കൊണ്ട് ഞാൻ ബന്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ അന്ധകാര ശക്തിയും എൻ്റെ സ്ഥലത്തെ വിട്ട് പുറത്തു പോ, എൻ്റെ ജീവിതത്തെ വിട്ട് പുറത്തു പോ, എൻ്റെ കുടുംബത്തെ വിട്ട് പുറത്തു പോ, എൻ്റെ മക്കളെ വിട്ട് പുറത്തു പോ, എൻ്റെ ഭാര്യയെ വിട്ട് പുറത്തു പോ, എൻ്റെ ഭർത്താവിനെ വിട്ട്, എൻ്റെ മാതാപിതാക്കളെ വിട്ട്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പട്ടണത്തെ വിട്ട് പുറത്തു പോ. പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യം വരട്ടെ. രാജ്യം ദൈവത്തിൻ്റെതായി, യേശുവിൻ്റെതായി മാറട്ടെ. എൻ്റെ ദേശം യേശുവിൻ്റെതായിട്ട് മാറട്ടെ. രക്ഷകന്മാർ എഴുന്നേൽക്കുമ്പോൾ രാജ്യത്വം ദൈവത്തിൻ്റെതായി മാറും. എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്ത്യയിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ രാജ്യം വന്നിരിക്കുന്നു. രക്ഷകൻ എന്ന നിലയിൽ ഞാൻ എഴുന്നേൽക്കും. രക്ഷകനായിട്ട് ഞാൻ എഴുന്നേൽക്കും. ഞാൻ ന്യായം വിധിക്കും എല്ലാ ശത്രുക്കളെയും, ക്രിസ്തുവിൻ്റെ എല്ലാ ശത്രുക്കളെയും, സുവിശേഷത്തിൻ്റെ എല്ലാ ശത്രുക്കളെയും, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളെയും. ആമേൻ. ഞങ്ങളുടെ ദേശത്തെയും ഇന്ത്യയെ പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞങ്ങൾ ന്യായം വിധിച്ച് ദേശത്തു നിന്ന് പുറത്താക്കുന്നു. ദൈവരാജ്യം വരട്ടെ എല്ലാ ദേശത്തും. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വം. നിങ്ങൾ രക്ഷകനാകുന്നു. നിങ്ങൾ അഭിഷേകത്തെ വഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങളൊരു സൗഖ്യമാക്കുന്ന വ്യക്തിയാണ്. ചിലരൊക്കെ ഉറക്കെ പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന വ്യക്തിയാണ്, ഞാൻ സൗഖ്യമാക്കുന്നവനാണ്. കൊലോസ്യ ലേഖനം 2:9-10 പറയുന്നത്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് മഹത്വം. അതുപോലെ സൗഖ്യമാക്കുന്ന അഭിഷേകം നിങ്ങളിലുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, നമുക്ക് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട്, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വിശ്വാസത്തിൻ്റെ അളവ് നമുക്ക് പങ്കിട്ട് നൽകിയിരിക്കുന്നു. റോമർ 12:3 വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസം യേശു കർത്താവ് എന്ത് ചെയ്യാൻ കഴിയുമോ അത് നിങ്ങളുടെ വിശ്വാസത്തിന് ചെയ്യാൻ കഴിയും. ആദ്യ സെഷനിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമോ അതേ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ലോകം കാത്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിനെ പോലുള്ള വിശ്വാസത്തിൽ എഴുന്നേക്കാൻ അത്ഭുതങ്ങളെ യേശുവിനെ പോലെ. ആമേൻ. നാളുകളിൽ ആളുകൾ അവർക്ക് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ആഗ്രഹമില്ല, പക്ഷേ അവർക്ക് അനുഗ്രഹങ്ങളെ ആസ്വദിക്കണം. അവർ സമ്പത്ത്, ആരോഗ്യം, അവരുടെ ഈ ഭൂമിയിൽ അവർക്ക് സ്വന്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ. നിങ്ങൾ സഭയിൽ ആളുകളെ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ അവർ പറയും എല്ലാ അനുഗ്രഹങ്ങളും പറയും. എന്നാൽ അവർ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ. നിങ്ങൾ ഓൾറെഡി മുൻനിയമിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം ആ ദാഹമുള്ളവരെ തിരഞ്ഞെടുക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, നമ്മൾ അത്ഭുതത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളവനല്ല, ഞാൻ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ എൻ്റെ പിന്നാലെ വരും. ആമേൻ. ഇപ്പോൾ നമ്മുടെ മുൻഗണന യേശുവിൻ്റെതുപോലെ മാറണം. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവനെ എല്ലായിടത്തും പുറപ്പെട്ടു ചെന്ന് ആമേൻ
ആളുകൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകി കൊടുത്തു. ബന്ധിക്കപ്പെട്ടവർക്ക് നല്ല വർത്തമാനം പറഞ്ഞു കൊടുത്തു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 10:38. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായി വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. దేవుడు తోడైనాడు కనుక ఆయన మేలు చేయొచ్చు, అపవాది చేత స్వస్థపరిచి సంచరించుండెను రాసి. ആ അഭിഷേകവും വിശ്വാസവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു രക്ഷകനാകുന്നു. ആരംഭം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ ദൈവപുത്രനാകുന്നു. യേശുവിന് എന്തെല്ലാമുണ്ടോ അത് എനിക്കും സ്വന്തമാണ്. ഞാനൊരു രക്ഷകനാകുന്നു. ഞാനൊരു സൗഖ്യദായകനാകുന്നു. നിങ്ങൾ ആരാ സഹോദര? സൗഖ്യമാക്കുന്നവൻ. പറഞ്ഞാട്ടെ, ഞാനൊരു ഡോക്ടറാകുന്നു. നിങ്ങൾക്കൊരു പക്ഷേ വൈദ്യശാസ്ത്രപരമായ ഒരു ബിരുദം ഉണ്ടാകത്തില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ സ്വർഗീയ ഡോക്ടറാകുന്നു. ആമേൻ. ഈ എല്ലാം വൈദ്യശാസ്ത്ര ഡോക്ടർമാരെല്ലാം ഈ സ്വർഗീയ ഡോക്ടർമാരുടെ അടുക്കൽ വരേണ്ടതുണ്ട്. ഈ ഭൗമികമായ ഡോക്ടർമാർ എന്താ ചെയ്യുന്നത്? അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയാത്തത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സ്വർഗീയ ഡോക്ടറേറ്റ് കിട്ടുന്ന ദിവസമെന്ന്. സ്വർഗീയ ഡോക്ടറേറ്റ് ബിരുദം ഡോക്ടറേറ്റ് ബിരുദം ലഭിക്കുന്ന. പറഞ്ഞാട്ടെ, ഞാൻ സൗഖ്യമാക്കുന്ന വ്യക്തിയാകുന്നു. ചിലര് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുവാണോ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സൗഖ്യം ആവശ്യമുണ്ടോ? എൻ്റെ അടുത്ത് വരാൻ പറയണം. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ആ ആശ്വാസം എന്ന വാക്കിൽ സൗഖ്യവും അടങ്ങിയിരിക്കുന്നു. ആ ആശ്വാസം എന്ന വാക്കിൽ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്. ആരൊക്കെ ഭയങ്കരമായിട്ട് പോരാടപ്പെട്ടോ പിശാചിൻ്റെ ഭാരത്താൽ, ആമേൻ, അവരെൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് സൗഖ്യത്തെ നൽകാം. കാരണം സൗഖ്യമാക്കുന്നവൻ ഉള്ളിലിരിക്കുന്നു. നിങ്ങളെ സൗഖ്യമാക്കുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ ഈ വിഷയം നിങ്ങൾക്ക് നൽകി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ സെഷൻ തീരുന്നതിന് മുന്നമേ നിങ്ങൾ ചിലരെ സൗഖ്യമാക്കാൻ പോകും. ആമേൻ, ഹല്ലേലൂയ. കാരണം ആ സൗഖ്യമാക്കുന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. മൽക്കറാബ തുറ ബടബടബടബടബ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആളുകളെ സൗഖ്യമാക്കാൻ ആഗ്രഹമുണ്ട്? അതേ കർത്താവേ. മർക്കോസ് 16:17, 15, 16, 17, 15 മുതൽ 20 വരെ. മർക്കോസ് 16:15 മുതൽ 20 വരെ ദൈവവചനം പറയുന്നു. പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാതെ 15-ാമത്തെ വാക്യം കാണുന്നു. 16-ാമത്തെ വാക്യം, വിശ്വസിക്കുക സ്നാനമേൽക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടും. 17-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ആമേൻ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ രോഗികളെ സൗഖ്യമാക്കും, ഞാൻ അവരുടെ പുതിയ ഭാഷകൾ സംസാരിക്കും. സർപ്പം പോലും അവർക്ക് ഒന്നിനും എന്നെ മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല, ഒരു വിഷയത്തിനും എന്നെ അപകടപ്പെടുത്തുവാനും കഴിയത്തില്ല. നിങ്ങൾ തയ്യാറാണോ? അന്യഭാഷ സംസാരിച്ച് ലിക്രോ ബട്ടാല ബറ കത്തുറ കട ബറ ബറ ശിക്കര ബടി ബിരി അന്തരബ ലിക്രോ ബറ കട 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 ശക്കരബ. പരിശുദ്ധാത്മാവേ, നന്ദി നന്ദി നന്ദി. സിക്കറ ബടലക ജനകട കടക തിരുബല ബടലബ ശിബിറബ ഡലക്കൊണ്ടൊരു കടല കടക ബടലബലബ. അന്യഭാഷയിൽ സംസാരിച്ച ചില നിമിഷങ്ങൾ കൂടെ ലിക്ര ബട്ടാറ കത്തുറ കട കട കടക ബറ ബറബ സിക്കർ ബറ ബറബ. പരിശുദ്ധാത്മാവേ, ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ സാന്നിധ്യത്തിനാണ് നന്ദി, നിൻ്റെ സൗഖ്യമാക്കുന്ന അഭിഷേകത്തിനാണ് നന്ദി, സൗഖ്യമാക്കുന്ന അഭിഷേകത്തിനാണ് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവിടെ ആരൊക്കെ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടോ ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യത്തിൻ്റെ അഭിഷേകം ജനങ്ങളുടെ മേൽ ഞാൻ അഴിച്ചുവിടുന്നു യേശുവിൻ്റെ നാമത്തിൽ. മർക്കറ ടില കടറബ ടെബരബി കിറോ ക്ലിക്കട ക്രോബോ ടെല ബറാക്കി ടെറകട രഹസി ഇടല വര വര വരബ ശക്കർ ബടറ ബടറ വരബ. മത്തായി 8:8 പറയുന്നു.
One word. ఒక్క మాట. ഒരു വാക്ക്, അത് Everyone say, ഒരു വാക്ക് മാത്രം കൽപ്പിച്ച. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ സൗഖ്യമാക്കുന്നവനാണ്, ഞാൻ രക്ഷിക്കുന്നവനാണ്, ഞാൻ രോഗികളെ സൗഖ്യമാക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആളുകളെ വിടുവിക്കുവാനാണ് ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ വിളിക്കപ്പെട്ടത്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടതും, ആമേൻ, ഞാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. heaven has authorized you. സ്വർഗം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ദൈവമാണ് സ്വർഗം എന്നെ ആക്കി വച്ചിരിക്കുന്നു. Authorized me. സ്വർഗമാണ് ആ അഭിഷേകത്തിൻ്റെ ശക്തിയെ എന്നിൽ നൽകി എന്നെ നിയമിച്ചിരിക്കുന്നത്. പറഞ്ഞാട്ടെ, സ്വർഗം എന്നെ നിയമിച്ചിരിക്കുന്നു. What the medical doctors can't do, I will do in Jesus' name. വൈദ്യശാസ്ത്ര ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്യുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറയുക. അതേ കർത്താവ്, ഞാൻ അതിനെ ഏറ്റുപറയുന്ന യേശുവിൻ്റെ നാമത്തിൽ. ലുക്രു ബറ്റാല കട്ടാര കടരകസിയ. അതുകൊണ്ട് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? How does the faith come for healing? സൗഖ്യമാക്കുവാനുള്ള വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? സൗഖ്യമാക്കുന്ന വചനങ്ങൾ കേൾക്കുന്നതിലൂടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ശതാധിപനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ 100ഓളം പേര് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുരയ്ക്കകത്ത് നീ കടന്നു വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, എന്നാൽ എൻ്റെ ബാല്യക്കാരൻ മരിക്കുവാൻ കിടക്കുകയാണ്. അവൻ മരിക്കുവാൻ തുടങ്ങി, അവൻ മരണക്കിടക്കയിലാണ്, അവൻ വല്ലാതെ ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്കിനി സഹിക്കാൻ കഴിയത്തില്ല. അവൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, യേശുവേ, Just to speak the word. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, ഒരു വാക്ക്, Just to say one word. ഒരു വാക്ക്, One word. ഒരു വാക്ക്, Father, പിതാവേ, ഒരു വാക്ക്, that will change my life. അതെൻ്റെ ജീവിതത്തെ മാറ്റും, That will deliver me. അതെന്നെ വിടുവിക്കും, That will heal me. അതെന്നെ സൗഖ്യമാക്കും, That will prosper me. അതെന്നെ സമൃദ്ധിയുള്ളതാക്കി മാറ്റും. He said just one word, Lord. അവൻ പറഞ്ഞു, ഒരേ ഒരു വാക്ക് മാത്രം കർത്താവ്, Speak the word. വചനത്തെ ആമേൻ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരുടെ സൗഖ്യം വരും. യേശു ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, നോക്കിക്കേ, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അയാൾ ഒരു റോമാക്കാരനാണ്, അദ്ദേഹം ജാതീയനാണ്, പക്ഷെ അയാൾ വിശ്വസിച്ചിരിക്കുന്നു. ഒരു വാക്ക് മാത്രം. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആ വാക്കിലുള്ള അധികാരം ഞാൻ അറിയുന്നു. നിങ്ങൾക്കറിയാമോ ആ വാക്കിൽ ശക്തിയുണ്ട് എന്ന്? നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ നെഗറ്റീവ് ശക്തിയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ദൈവവചനം പറയുമ്പോൾ അവിടെ ദൈവികമായ ശക്തിയാണുള്ളത്, ദൈവിക ശക്തി. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യത്തിൻ്റെ വാക്ക് പറയുമ്പോൾ, സൗഖ്യത്തിൻ്റെ വചനം പറയുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകുന്നു, സൗഖ്യത്തിൻ്റെ ശക്തി. അവൻ പറഞ്ഞു, എന്നോട് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എനിക്ക് വചനത്തിലുള്ള അധികാരം എന്താണെന്നറിയാം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ ഒരുവനോട് വരുവാൻ പറഞ്ഞാൽ അവൻ വരുന്നു, ഒരുവനോട് പോകുവാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു. ഇതാണ് വചനത്തിലുള്ള ശക്തി. എനിക്ക് ആ വചനത്തിൻ്റെ ശക്തി എനിക്ക് അറിയാം. കർത്താവേ, നീ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, നീ ഇങ്ങനെ ആമേൻ, നീ വചനം പറയുവാനായിട്ട് ആമേൻ അംഗീകരിക്കപ്പെട്ടവനാണ്, അധികാരപ്പെടുത്തവനാണ്. കാരണം നീയാണ് വചനം, ആ ആദിയിലുണ്ടായിരുന്ന വചനവും നീയാണ്. ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. അതാണ് യേശു. വചനം ജഡമായി തീർന്നു. അവൻ വന്നു മനുഷ്യൻ്റെ രൂപത്തിൽ, അവൻ നടന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വചനം നടന്നു, ആ വചനം സംസാരിച്ചു, ആ വചനം സൗഖ്യമാക്കി. ആ വചനമായിരുന്നു മരിച്ചവരെ ഉയർപ്പിച്ചത്, ആ വചനമായിരുന്നു മുടന്തനെ സൗഖ്യമാക്കിയത്. ആ ശക്തിയാണ് ദൈവവചനത്തിലുള്ളത്. ആ വചനം മനുഷ്യനായി തീർന്നു. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ പറയുകയായിരുന്നു, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒരു മകൻ ജനിക്കും എന്നൊക്കെ പറഞ്ഞു. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അവർ ആ വചനം പ്രാപിച്ചപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ ഗബ്രിയേൽ കൊണ്ടുവന്ന ആ വചനം, അപ്പോൾ നിന്നിൽ ഉത്ഭവിക്കുന്ന ദൈവപുത്രൻ
എന്ന് പറഞ്ഞു. അവൾ ആ വചനം പ്രാപിച്ചപ്പോൾ ആ വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്നപ്പോൾ യേശു അവൻ ഗർഭം ധരിച്ചു മറിയയുടെ ഗർഭപാത്രത്തിൽ. ആമേൻ. സൗഖ്യത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു, അതേ കർത്താവേ, ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ സൗഖ്യമായെന്ന്. അപ്പോൾ നിങ്ങളത് സ്വീകരിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ മേൽ നിഴലിടും. അടുത്ത മണിക്കൂറിൽ തന്നെ സൗഖ്യം നിങ്ങളിൽ വെളിപ്പെടുവാൻ തുടങ്ങും. അത്ഭുതം ജനിക്കുന്നു. നിങ്ങളൊരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നിട്ട് പറയും, അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് ഫിലിപ്പിയർ 4:19 പോലെ എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യമൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ആമേൻ പൂർണ്ണമായി തീർത്തു തരും. ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അതേ കർത്താവേ, പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ആ വാക്ക്, അതെ ഞാൻ ആ ഒരു കാർ എനിക്ക് ദൈവം എനിക്ക് കാർ നൽകി ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വചനം അല്ലെങ്കിൽ ആ കാറിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അയ്യോ ഞാൻ എന്തിനു ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ ആ വാക്ക് പിശാചെടുക്കും. ഞാനൊരു ഒറ്റ വാക്കിൽ ഞാൻ എല്ലാം പറയട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും സകലതും വചനത്തിലാണ്. ഇതിനുശേഷം നിങ്ങൾ ഇനിയുള്ള ഈ മാസം മുഴുവനും നിങ്ങൾ ദൈവവചനം മാത്രം പറയുക, വചനങ്ങൾ പറയുക. എല്ലാവരും പറഞ്ഞാട്ടെ, വചനങ്ങൾ, വചനങ്ങൾ, ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനം മാത്രം നിങ്ങൾ പറയണം. ദൈവം പറയുകയാണ്, യേശു പറയുക, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് പോകാം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുവൻ ഈ പർവ്വതത്തോട്, ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിൽ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ. ആമേൻ. മർക്കോസ് 11-ാമത്തെ അധ്യായം. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ആ വചനം പറയാൻ പോവുക, സൗഖ്യത്തിൻ്റെ വചനം പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു സൗഖ്യമാക്കുന്ന വ്യക്തിയാണ്, നിങ്ങളൊരു രക്ഷകനാണ്. നിങ്ങൾ ദൈവവചനത്തെ പറയും, അപ്പോൾ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ സഹോദരനോട്, നിങ്ങളുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറയുമ്പോൾ ആമേൻ, അപ്പോൾ ആ വചനം കടന്നു ചെന്നിട്ട് അത് രോഗിയെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു അത്ഭുത ശുശ്രൂഷകനാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ജനിച്ചത് തന്നെ അത്ഭുതങ്ങൾ ചെയ്യാനാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു, ഞാനൊരു സൗഖ്യമാക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു രക്ഷകനാകുന്നു, ഞാൻ ദൈവപുത്രനാകുന്നു, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലുള്ള അതേ വിശ്വാസം എന്നിലുണ്ട്. എനിക്ക് യേശു എന്ത് ചെയ്തു അത് തന്നെ എനിക്കും ചെയ്യുവാൻ കഴിയും. ഞാൻ അത്ഭുതം ചെയ്യുന്നവനാകുന്നു, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആത്മമനുഷ്യൻ പൂർണ്ണമായിട്ടും അത്ഭുത ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പൗലോസ് പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത്. എഫെസ്യർ 3:16 പറഞ്ഞു. എഫെസ്യർ 3:16 നിങ്ങൾക്ക് വായിക്കാമോ? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ആമേൻ. നോക്കിക്കേ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തിയോടെ നിങ്ങൾ ബലപ്പെടും. ശക്തിയാലും ഓക്കെ, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ, പുതിയ മനുഷ്യനിൽ. ആ പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ പോലെയാകുന്നു. ആ പുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അവന് എല്ലാത്തിനുമുള്ള അഭിഷേകമുണ്ട്. ഇപ്പോൾ അകത്തെ മനുഷ്യനെന്ന നിലയിൽ ആ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എഴുന്നേറ്റ് അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും. യേശുവിൻ്റെ നാമം, യേശു ക്രിസ്തുവിൻ്റെ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. പത്രോസും യോഹന്നാനും അവർ ആലയത്തിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. കാരണം അവർ പ്രാർത്ഥനാ സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കുവാൻ പോകണമായിരുന്നു. അവർ ആലയത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത് പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ, ഏകദേശം 40 വയസ്സുള്ളവൻ. ഒരു പക്ഷേ 40 വയസ്സിന് മേളിൽ പ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വചനം വായിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 3. Now Peter and John went up together to the temple at the hour of prayer.
the 9th hour, and a certain man lame from his mother's womb was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms from those who entered the temple. Who, seeing Peter and John about to go into the temple, asked for alms. And fixing his eyes on him, with John, Peter said, "Look at us." So he gave them his attention, expecting to receive something from them. Then Peter said, "Silver and gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, rise up and walk." And he took him by the right hand and lifted him up. And immediately his feet and ankle bones received strength. So he, leaping up, stood and walked and entered the temple with them, walking, leaping and praising God. And all the people saw him walking and praising God. Then they knew that it was he who sat begging alms at the beautiful gate of the temple. And they were filled with wonder and amazement and what had happened to him. Hallelujah. Then now as the lame man who was healed held on to Peter and John, all the people ran together to them in the porch which is called Solomon's, greatly amazed. So when Peter saw it, he responded to the people, "Men of Israel, why do you marvel at this? Or why look so intently at us, as though by our own power or godliness we had made this man walk? Then God of Abraham, Isaac..." Can I read? Enough. Okay. Thank you. Yeah. See, you just to go and read all the scriptures. Hallelujah. നിങ്ങൾ പോയി വചനം വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പോയി പിന്നീട് വായിക്കുക. കാരണം വചനത്തിന് സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ആമേൻ ആലയത്തിലേക്ക് പോവുകയായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. അവരുടെ പ്രാർത്ഥന സമയമായിരുന്നു. അവർ സഭയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും അവനവിടെ കൊണ്ടിരുത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച്, എല്ലാവരും പറഞ്ഞോട്ടെ, ഒരുമിച്ച് അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ ആമേൻ പത്രോസ് അവൻ്റെ ആത്മാവിൽ ചില അസാധാരണമായൊരു കാര്യം അവനുണ്ടായിരുന്നു. അവൻ 40 വർഷമായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. പത്രോസ് അവന് മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും എല്ലാവരും. ഇപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പത്രോസ്. അവൻ്റെ നോട്ടം ഇപ്പോൾ വ്യത്യസ്തമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ രോഗികളെ വ്യത്യസ്തമായ കണ്ണുകൊണ്ട് നോക്കാൻ പോവുക. ദൈവത്തിൻ്റെ കോപം, ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കൽ ഒരു സ്ത്രീ ആമേൻ, ഞാനൊരു ആ സഭയിൽ ആരാധന നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സഭയിലെ മുൻപിൽ കൂടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് വന്നത്? ഞാൻ സഭയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ശക്തമായ അഭിഷേകം അവിടെ വെളിപ്പെട്ട് ഒത്തിരി പേര് വിടുവിക്കപ്പെട്ടു. ആ സമയത്ത് ഏറ്റവും പുറകിലിരിക്കുന്ന സഹോദരി ഇങ്ങനെ ഓടി പുൽപ്പിറ്റിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ വീണ് കിടന്നിട്ട് പിശാച് വെളിപ്പെട്ടു. ദൈവശക്തി അവിടെ വെളിപ്പെട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തെ ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞു, നീ സഭയിൽ ഇരുന്നിട്ട് നീ ഇത്ര സൗഖ്യമായില്ലേ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അവളുടെ ക്രച്ചസ് എടുക്കാൻ പറഞ്ഞു, ഊന്നുകൂടി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവളെ സഹായിച്ചു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൾ നടക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ ആ സഹോദരനെ എടുത്തു, അടുത്ത 2 കൈയും വിട്ടു. എന്നിട്ട് നടക്കാൻ പറഞ്ഞു. ആ സഹോദരൻ നടക്കാൻ തുടങ്ങി. ഇതുപോലെ പത്രോസ് ഈ മനുഷ്യനെ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളിലൂടെ നോക്കി അസാധാരണ ശക്തിയും കോപവും ഉണ്ടായി. ഇവിടെ ഇരുന്ന് ആമേൻ, നീ ഭിക്ഷയാചിക്കുകയാണോ? നീ ഒരു ഭിക്ഷക്കാരനല്ല. നീ പോയി മറ്റുള്ളവരെ സൗഖ്യമാക്കാനുള്ളതാണ്. ഇനി മേലിവിടെ ഇരിക്കരുത്. ഇതല്ല നിന്റെ സ്ഥലം. ഇനി യേശുവിൻ്റെ നാമത്തിൽ യാചന, ഭിക്ഷ എടുക്കുന്നത് അനുഭവമില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു ഭിക്ഷക്കാരനല്ല, ഞാൻ സൗഖ്യമാക്കുന്നവനാണ്. എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം. എത്ര പേര് പറയുന്നു, അതേ കർത്താവേ, എനിക്ക് രോഗികളെ സൗഖ്യമാക്കണമെന്ന്. ആ ദൈവത്തിൻ്റെ കോപം, രോഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപം ഉണ്ടാകട്ടെ. വ്യാധികളുടെ മേൽ ആ ദൈവത്തിൻ്റെ കോപം നമ്മളിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കെന്നത്ത് കോപ്ലൻ ഇങ്ങനെ പറയാറുണ്ട്, എപ്പോഴൊക്കെ രോഗത്തെ അദ്ദേഹം കാണുന്നു, ദാരിദ്ര്യത്തൊക്കെ കാണുന്നു, അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമുണ്ടാകും. ദൈവത്തിൻ്റെ കോപം അദ്ദേഹത്തിനുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ കരമുയർത്തി പറഞ്ഞാട്ടെ,
പറഞ്ഞോട്ടെ, പിതാവേ, കർത്താവേ, ആരെങ്കിലും രോഗിയായി കിടക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ കോപം, രോഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപം, ആ രോഗത്തെ ന്യായം വിധിക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധിയാത്മാവ് പത്രോസിനെ നിറച്ചു. അവൻ നോക്കി, ആ ഭിക്ഷക്കാരൻ വിചാരിച്ചു എന്തെങ്കിലും ഭിക്ഷ കൊടുക്കാനായിട്ടാണ് അവർ നോക്കുന്നതെന്ന്. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല. അതിനർത്ഥം ഒരു ദൈവ മനുഷ്യന് വെള്ളിയും പൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നല്ല അർത്ഥം. ആമേൻ. എനിക്ക് വെള്ളിയും പൊന്നും ഇല്ല, ആ സമയത്തില്ല എന്നാണ് പറഞ്ഞത്. 4-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും പണങ്ങൾ കൊണ്ടുവന്ന്, സമ്പത്ത് കൊണ്ടുവന്ന് പത്രോസിൻ്റെ അപ്പോസ്തലന്മാരുടെയും കാൽക്കൽ വെച്ചതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അവർ ഭിക്ഷക്കാരാണെന്ന് ചിന്തിക്കരുത് പത്രോസും ഒക്കെ. എനിക്ക് വെള്ളിയും പൊന്നും ഇല്ല, എന്നാൽ എനിക്ക് ചിലതുണ്ട്, അത് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. എനിക്ക് ചിലതുണ്ട്, നിന്റെ മേലുള്ള ശത്രുവിൻ്റെ ശക്തിയെ തകർക്കുവാനുള്ള ചിലത് എന്നിലുണ്ട്, അസാധാരണമായ ചിലത് എന്നിലുണ്ട്. എന്തുവാണത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും, മുടന്തനെ നടത്തിക്കാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഉറക്കെ പറഞ്ഞിട്ട്, എനിക്ക് ചിലതുണ്ട്. ചാടി എഴുന്നേറ്റ് ആമേൻ പറ. അതാണ് അസാധാരണം. ആമേൻ. ഒരുപക്ഷെ എന്നെ കാണാൻ സാധാരണ പോലെ തോന്നാം, പക്ഷേ അസാധാരണമായ ചിലത്, അസാധാരണമായത് എന്നിൽ വസിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. റാബാല ഹഠാലാബ ശകരബഡ. ഹല്ലേലൂയ. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ സഹോദര? നിങ്ങൾ ആരാ സഹോദരി? സൗഖ്യമാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, അത്ഭുതം ചെയ്യുന്നവൻ. പറഞ്ഞാട്ടെ, അത്ഭുതം ചെയ്യുന്നവൻ. നിങ്ങൾ എത്ര പേരെ ഇവിടെ അത്ഭുതം ചെയ്യുന്നവരുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ വിശ്വാസിയും യേശുവിനെ സ്വീകരിച്ച ഓരോരുത്തരും അത്ഭുതം ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ രോഗികളുടെ മേൽ കൈവച്ചാൽ ആ രോഗി സൗഖ്യമാകും. സിക്കൽ മെക്രാറ്റി അലബറബടറബ. ആ അഭിഷേകം ഇന്നിവിടെ വെളിപ്പെടട്ടെ. ആ സൗഖ്യമാക്കുന്ന അഭിഷേകം, അത്ഭുതം പ്രവർത്തിക്കുന്ന അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തി ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളോട്. ആമേൻ. 3-ാമത്തെ വാക്യം പറഞ്ഞു, അവരെല്ലായിടത്തും പുറപ്പെട്ടു ചെന്ന് വചനം പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവ് അവരോട് കൂടെയിരുന്ന് ആ വചനം സത്യമെന്ന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും ഉറപ്പിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവ്, എനിക്ക് അതിശയങ്ങളെ വേണം, എനിക്ക് അതിശയങ്ങളെ കാണണം, അതിശയങ്ങൾ എനിക്ക് ചെയ്യണം. എത്ര പേർക്ക് യഥാർത്ഥമായിട്ട് ആ തീഷ്ണത നിങ്ങളിലുണ്ട്? അതേ കർത്താവ്, ആ ഒരു യഥാർത്ഥ ദാഹം, യഥാർത്ഥ വിശപ്പ്, അതേ കർത്താവ്, എനിക്കൊരു അത്ഭുത ശുശ്രൂഷകനാകണം. ആമേൻ. ചാടി എഴുന്നേക്കൊന്നു. ഷറബ ടറബ. ചത്ത് കുത്തിയിരിക്കാതെ മട്കറബ ഷട്ടറബ ടിയറബടബ ഷടറബടറബടബടബട ശിക്കടകടകടകബ. പരിശുദ്ധാത്മാവേ, എല്ലാവരും കർത്താവ് അത്ഭുത ശുശ്രൂഷകരെ എഴുന്നേൽക്കട്ടെ കർത്താവേ. അസാധാരണ അത്ഭുതമല്ല, അസാധാരണ അത്ഭുതങ്ങൾ, എല്ലാവരും ശ്രദ്ധിക്കുന്ന അത്ഭുതങ്ങൾ, അസാധാരണമായ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ലിബറ ഹട്ടല ബഡരഗഡരഗഡഗസിയ. പത്രോസ് കണ്ടു, ഇതല്ല നിന്റെ സ്ഥലം. എന്നെ ശ്രദ്ധിച്ചാട്ടെ. യേശു മരിക്കുന്നത് വരെ നിങ്ങളൊരു പക്ഷേ ഭിക്ഷക്കാരനായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ യേശു അടിക്കപ്പെട്ടു, യേശു ക്രൂശിക്കപ്പെട്ടു, അവൻ തൻ്റെ രക്തം ചൊരിഞ്ഞിരിക്കുന്നു. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. നിനക്കിനി ഒരിക്കലും ഭിക്ഷ യാചിക്കാൻ കഴിയത്തില്ല, നിനക്കിനി ഒരു രോഗിയായിരിക്കാൻ കഴിയത്തില്ല, നിനക്കിനി മുടന്തനായിരിക്കാൻ കഴിയില്ല. യേശു നിന്റെ മുടന്തിനെ എടുത്തു കളഞ്ഞു. അവൻ ക്രൂശിൽ അതിനെ തറച്ചു. നിന്റെ രോഗത്തെ അവൻ എടുത്തു, നിന്റെ വ്യാധിയെ ക്രൂശിൽ അവൻ തറച്ചു. അവൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ അതിനെ ചുമന്നു. ഇനിയില്ല, ഇനിയില്ല, ഇനിയില്ല കർത്താവ്. ഞാനൊരു അത്ഭുത പ്രവർത്തകനാണ്. ആമേൻ, ആമേൻ. നിങ്ങളുടെ വലങ്കരം ഉയർത്തിക്കേ. പറഞ്ഞാട്ടെ, യേശുവേ, എനിക്കൊരിക്കലും ഇനി ആരും രോഗിയായിരിക്കും ഞാൻ അനുവദിക്കും. ഞാൻ ആരെ രോഗിയായിട്ട് കണ്ടാലും, ഞാൻ ആരെ കണ്ടാലും, ഞാൻ എവിടെയൊക്കെ ആളുകളെ കാണുന്നു,
എനിക്ക് അവരിൽ രോഗത്തെ അനുവദിക്കാൻ കഴിയത്തില്ല. ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നാസറായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ തരത്തിലുള്ള തീക്ഷ്ണത, ആ തരത്തിലുള്ള ഒരു കോപം, ആ തരത്തിലുള്ളൊരു ശക്തി ഇപ്പോൾ എന്നിൽ വെളിപ്പെടട്ടെ. എന്നെ അതിനാൽ നിറയ്ക്കണം കർത്താവേ. ഞാനൊരു കഥ എനിക്കിങ്ങനെ ഓർമ്മ വരിക. ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ഒരു ചെറിയ സ്ഥലം. അന്നത്തെ കാലത്ത് ചെറിയ രാജാക്കന്മാർ അവിടെ ഉണ്ട്, നാട്ടുരാജാക്കന്മാർ. ഒരിക്കൽ ഒരു 10 മണിക്ക് ശേഷം ഒരു ലൈറ്റ് ഓണായിരിക്കാൻ പാടില്ല. ആ സ്ഥലത്ത്, ആ ചെറിയ രാജ്യത്ത് ഒരു ലൈറ്റ് ഓണായിരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായി. കാരണം രാജാവ് ഇങ്ങനെ യാത്ര ചെയ്യും എന്ന സമയം, ആ സമയത്ത് യാത്ര ചെയ്യുന്ന സമയം. ഒരു ദിവസം അദ്ദേഹം തൻ്റെ കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു വെളിച്ചം കണ്ടു. ഒരു വീട്ടിൽ ലൈറ്റ് ഓണായിരിക്കുന്നത് കണ്ടു. അദ്ദേഹം വന്നു. അവിടെ വാതിലൊരല്പം തുറന്ന് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം നോക്കി ഒരു പുരുഷനെ കണ്ടു. അദ്ദേഹം ആ മേശയിൽ ഇങ്ങനെ തല കമിഴ്ത്തി വെച്ച് ഉറങ്ങുകയായിരുന്നു. അവിടെ എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കടങ്ങൾ? അദ്ദേഹം ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ടോ ആ കടം എല്ലാം ഇങ്ങനെ എഴുതി വച്ചിരിക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മുട്ടുകുത്തി വേദനയോടെ ഇങ്ങനെ ഉറങ്ങുക. രാജാവ് അത് കണ്ടു. അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, എൻ്റെ കടം ആര് കൊടുത്തു തീർക്കും? ആ മനുഷ്യൻ ഉറങ്ങുക. രാജാവ് എഴുതി വെച്ചു, നിൻ്റെ കടം ഞാൻ തീർക്കും, ഞാൻ വീട്ടുമെന്ന് എഴുതി വെച്ചു. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് പോയി. തൻ്റെ കൊട്ടാരത്തിലേക്ക് രാജാവ് മടങ്ങി ചെന്നു. അടുത്ത ദിവസം മന്ത്രി വന്നിട്ട് ആ കുതിരപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, രാജാവിൻ്റെ കുതിര. അവൻ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. അവൻ പറഞ്ഞു, നിന്നെ വിളിക്കുന്നു. ആ ഭയത്തോടെ ചെന്നു അവൻ. അയാൾ പറഞ്ഞു, ഞാൻ നിൻ്റെ കടം വീട്ടുകയാം. നിങ്ങളുടെ സാമ്രാജ്യത്തിൽ, ഈ ലോകത്തിൽ യേശു ക്രൂശിലേക്ക് പോയിട്ട് എൻ്റെ കടം ആര് വീട്ടും? എന്നെ ആര് സൗഖ്യമാക്കും? എനിക്ക് വേണ്ടി ആരൊരു അത്ഭുതം ചെയ്യും? യേശു പറഞ്ഞു, ഞാനത് നിനക്ക് വേണ്ടി ചെയ്യാം. അവനത് ക്രൂശിൽ ചെയ്തും കഴിഞ്ഞു. ഇപ്പോൾ അവൻ പറയുക, എൻ്റെ വാഴ്ചയ്ക്ക് കീഴിൽ ഇനി ആരും രോഗിയായിരിക്കാൻ പാടില്ല. എൻ്റെ രാജ്യത്തിൽ ഇനി ഒരു മുടന്തനും ഉണ്ടാകാൻ പാടില്ല, ഒരു രോഗിയും ഉണ്ടാകാൻ പാടില്ല. ആമേൻ. ഇപ്പോൾ ആ അഭിഷേകം, ആ അധികാരം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്റെ രാജ്യത്തിലും ഇതുപോലെ ഒരു രോഗിയും ഉണ്ടാകാൻ പാടില്ല. ആമേൻ. അതേ പരിശുദ്ധാത്മാവേ, അതേ കർത്താവ്, ഇവിടെ ഇപ്പോൾ നിങ്ങളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഈ ഒരു കർത്താവ് പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്ത് ആരും രോഗിയായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ഈ ക്യാമ്പ് സൈറ്റിൽ എല്ലാവരും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. സഹോദര, നിങ്ങൾ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ശക്തമായ അത്ഭുതങ്ങൾ നിങ്ങളോട് സംഭവിക്കാൻ പോകുന്നു. ശക്തമായ അത്ഭുതങ്ങൾ. നിങ്ങൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിൻ്റെ സമയം കഴിഞ്ഞു. ആമേൻ. പ്രഖ്യാപനത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങൾ വചനം പറയാൻ പോകുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ അധികാരത്തിൻ്റെ കീഴിൽ പറഞ്ഞാട്ടെ, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, എൻ്റെ കാല് വെക്കുന്ന സ്ഥലത്തെല്ലാം, ഞാൻ എവിടെ പോയാലും എൻ്റെ അധികാര പരിധിയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു, ആരും രോഗിയായിരിക്കാൻ പാടില്ല. ഒരു മരണവുമില്ല, ഒരു കടവുമില്ല, ഒരു രോഗത്തിനുള്ള ശക്തിയുമില്ല. പിശാചേ, ഞാൻ വരുന്ന മുൻപേ ആ സ്ഥലം വിട്ടുപോക്കണം. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. യേശു ഒരു അത്ഭുത പ്രവർത്തകനായിരുന്നു. അവൻ അത്ഭുതം ചെയ്യുന്നവൻ തന്നെയാണ്. ഇപ്പോൾ അവന് ഇപ്പോഴും അത്ഭുതം ചെയ്യുന്നവരെ ആവശ്യമുണ്ട്. അത്ഭുതം എന്ന് പറയുന്നത് വെറും ഒരു ദാനമല്ല,
അത് നമ്മുടെ ജന്മ അവകാശമാണ്. മാൽപറ ഖാറ്റ ലാ ബാബ ഷാബറ ഹദറ ശിഖരെ. നിങ്ങൾ പോകുമ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ട്. അതിനകത്ത് ആ മെനുവിൽ ഭക്ഷണമുണ്ട്. നിങ്ങൾ സസ്യബുക്കാണെങ്കിലും മാംസബുക്കാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കഥ ഉയർക്കുന്നത്. ഒരു ദൈവ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹം വിമാനത്തിൽ കയറി വിമാനം പറന്ന് ഉയർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് വന്ന് ചോദിച്ചു, നിങ്ങൾ മാംസം കഴിക്കുന്ന ആളാണോ അതോ സസ്യാഹാരമാണോ കഴിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ജ്യൂസ് വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. കോഫി വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഏകദേശം ലാൻഡ് ചെയ്യാൻ തുടങ്ങി വിമാനം. ആ പാസ്റ്റർ അവിടെ ചെന്നിറങ്ങിയിട്ട് പാസ്റ്റർ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നു, ആ വിമാനത്തിലുള്ള ഭക്ഷണങ്ങളും ജ്യൂസും എല്ലാം നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കഴിച്ചില്ലെന്ന് പറഞ്ഞു. എന്ത് പറ്റി? നിങ്ങളുടെ ഭക്ഷണത്തിനും കൂടെ ചേർത്താണ് ഞാൻ വിമാനത്തിന് ടിക്കറ്റ് കൊടുത്തത്. നിങ്ങളുടെ ജ്യൂസിനും എല്ലാം ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞു. അയ്യോ, നിനക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. എന്ത് പറ്റി? എന്ത് പറഞ്ഞു പാസ്റ്ററെ? അയ്യോ, ഞാൻ ടിക്കറ്റിലെല്ലാം ചേർത്താ പൈസ കൊടുത്തേക്കുന്നത്. അയ്യോ, അങ്ങനെയാണോ? അയ്യോ, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ വിമാനം പറന്നുയരുവാൻ പോകുന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക, നിവർന്നിരിക്കുക എന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസ് വന്നു, സാർ എന്തെങ്കിലും വേണോ? കോഫി വേണോ? അതെ. പിന്നെ പറഞ്ഞു, എന്തുവാ? പിന്നെ ചോദിച്ചു, നിങ്ങൾ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനാണോ? ഞാൻ രണ്ടെന്നാണ്. ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു വർഷമായി തോന്നുന്നു, UK ഞാൻ പോയപ്പോൾ എനിക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ടമാണ്. എയർ ഹോസ്റ്റസ് വന്നതിനോട് ചോദിച്ചു, എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നോൺ വെജിറ്റേറിയൻ. ഓക്കെ, ഞാൻ രണ്ടും തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ അപ്പോൾ ഓർത്തു. ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ, യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇതൊരു വിമാനം പോലെയാണ്. അത്ഭുതം ഉൾപ്പെട്ടിരിക്കുന്നു, സൗഖ്യം അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു, സമൃദ്ധി അതിനകത്ത് ഉണ്ട്, അഭിഷേകം ആ പൊതിക്കകത്തുണ്ട്, പരിശുദ്ധാത്മാവ് ആ പൊതിയിലുണ്ട്. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ട സൗഖ്യം അതിനകത്തുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ആവശ്യമായ സൗഖ്യം ആ പാക്കേജിലുണ്ട്. നിങ്ങളുടെ ഭാവി ആ പാക്കേജിനകത്തുണ്ട്. നിങ്ങളുടെ ബാഗേജ് നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞോട്ടെ, ഞാനൊരു രക്ഷകനാകുന്നു, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു, ഞാൻ ദൈവപുത്രനാകുന്നു, ഞാൻ സൗഖ്യമാക്കുന്നവനാകുന്നു, ഞാൻ അത്ഭുതം ചെയ്യുന്നവനാകുന്നു, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവം എന്നിലുണ്ട്, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്കൊരു പാക്കേജ് ഉണ്ട്. എൻ്റെ ബാഗേജ് എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. Like vegetarian or non-vegetarian, healing is mine, miracle is mine. Deliverance is also included, and all financial blessings. എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അതിനകത്തുണ്ട്. How can he stop the blessing? എങ്ങനെ അവൻ അനുഗ്രഹത്തെ തടയാൻ കഴിയും? നീ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം ആസ്വദിക്കും, കാരണം ഞാൻ ക്രിസ്തു വന്ന വിമാനത്തിനുള്ളിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ കർത്താവേ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, എഫെസ് ലേഖനം 1:17 മുതലുള്ള വാക്യം. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായവൻ
മഹത്വമുള്ള പിതാവുമായ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും ഓക്കെ. ഞാൻ വരുമ്പോൾ ഞാൻ ആ വചനം വായിച്ചു. മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ലൂക്കോസ് 15:31. സൗഖ്യം നിൻ്റേതാണ്, എൻ്റെ ഫീലിങ്സ് നിൻ്റേതാണ്, എൻ്റെ അത്ഭുതം നിൻ്റേതാണ്, എൻ്റെ പണം നിൻ്റെ പണമാണ്. തേനേ, എൻ്റെ പണം നിൻ്റേതാണ്. ഹലോ, എൻ്റെ സന്തോഷം നിൻ്റെ സന്തോഷമാണ്, എൻ്റെ ലോകം നിൻ്റെ ലോകമാണ്. രാജ്യം നിനക്കുള്ളതാണ്, ശക്തി നിനക്കുള്ളതാണ്. എൻ്റെ ശക്തി ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ അധികാരം ഞാൻ നിനക്ക് തരുന്നു. നീ സൗഖ്യമാക്കുന്നവനാണ്. എനിക്ക് പകരം എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ പോയി സൗഖ്യമാക്കുക, നീ പോയി അത്ഭുതങ്ങൾ ചെയ്യുക. കാരണം നീ ഒരു അത്ഭുതമാണ്. യെശയ്യാവ് 8:18 പറയുന്നു, നീ ഒരു അത്ഭുതമാകുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനൊരു അത്ഭുതമാകുന്നു, ഞാനൊരു ഇടിമുഴക്കമാണ്, ഞാനൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഞാനൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ പിശാചേ കേൾക്കടാ. അതായത് ഗൗരവത്തോടെ, പിശാചേ കേൾക്കടാ, ഞാനൊരു അത്ഭുതമാണ്. അതാണ് എൻ്റെ ഇടിമുഴക്കം. ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറയണം. നായി കുരയ്ക്കും, പറഞ്ഞാട്ടെ. പൂച്ച, നിങ്ങൾ അങ്ങനെ പറയണം. ഞാൻ നായ എന്ന് പറയുമ്പോൾ നിങ്ങൾ നായി ബൗ 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 ബൗ. എത്ര ഓൾറെഡി ഇവിടെ ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. പൂച്ച മ്യാവ് മ്യാവ് മ്യാവ്. നായ് ബൗ ബൗ വൗ 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 വൗ. നായുടെ സ്വഭാവം എന്ന് പറയുന്നത്, നായുടെ ഭാഷ എന്ന് പറയുന്നത് ആത്മാവിൽ ജനിച്ച അസാധാരണക്കാരനായ ദൈവ പൈതലിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതാണ് സൗഖ്യം, അത് അത്ഭുതമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഏയ് നിനക്കറിയാമോ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാൻ അസാധാരണക്കാരനാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ സൗഖ്യമാക്കുന്നവനാണ്, ഞാൻ രക്ഷകനാണ്, ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. എൻ്റെ സ്വഭാവം തന്നെ അസാധാരണമല്ല, സാധാരണക്കാരനായിട്ട് അസാധാരണക്കാരനാണ് ഞാൻ. നിനക്ക് ശാപ്പാട് വേണോ, എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ അത്ഭുതം. നോക്കിക്കേ, യേശു തൻ്റെ ഉപവാസം 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് വന്നു. പിശാച് വന്നു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ആളെ ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവപുത്രനാണോ? നിങ്ങൾ ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് ഈ കല്ലുകളെ അപ്പമാക്കുവാൻ കഴിയത്തില്ല? യേശു പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന പൊറോട്ട കൊണ്ട് മാത്രമല്ല, ചുക്ക കൊണ്ട് മാത്രമല്ല, ചപ്പാത്തി കൊണ്ട് മാത്രമല്ല, ചിക്കൻ 65 കൊണ്ട് മാത്രമല്ല, മീൻ കൊണ്ട് മാത്രമല്ല, വറുത്ത മീൻ കൊണ്ട് മാത്രമല്ല, എന്നാൽ എല്ലാവരും പറഞ്ഞിട്ട്, എന്നാൽ ഓരോ ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കൂ. ആമേൻ. നിങ്ങളുടെ ബൈബിൾ എടുത്തോട്ടെ, എന്നിട്ട് പറഞ്ഞേ, ഞാൻ വാഹിക്കുന്നു, ദൈവത്തെ വാഹിക്കുന്നു, ദൈവത്തെയും അവൻ്റെ വചനത്തെ ഞാൻ വാഹിക്കുന്നു. എല്ലാ വചനവും ഒരു അത്ഭുതമാണ്, അതെൻ്റെ അപ്പമാണ്. ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്വർണ്ണഖനിയുടെ ഉടമസ്ഥൻ നിങ്ങളുടെ സുഹൃത്താണെന്നിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, വന്നേ
അവർ ഒരുമിച്ച് കൂടി നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഒരു അരമണിക്കൂർ സമയം ഞാൻ തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ചില മടിയന്മാർ പറയും "അയ്യോ, എനിക്കത് വേണ്ട, കാരണം ഞാൻ എല്ലാം ചുമന്ന് ചാക്കി കയറ്റി പിന്നെ കെട്ടി ചുമന്ന് കൊണ്ടുവരണ്ടേ, അതിനൊരു സമയം വേണമെന്ന് പറയും." നിങ്ങൾക്ക് എത്ര പേർക്ക് ജോയ് ആലുക്കോസിനെ അറിയാം? പിന്നെ ജോയ് ആലുക്കോസ് കേരള എല്ലായിടത്തും ഉണ്ട്. ജോയ് ആലുക്കോസ് ജ്വല്ലറി. നിങ്ങളുടെ സുഹൃത്ത് ഉണ്ട്, ആദ്യം പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം എടുത്തോ, ഞാൻ 10 മിനിറ്റ് തരാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? ആ ജ്വല്ലറി ഞാൻ പൂട്ടി സീൽ വയ്ക്കും. കർത്താവ് പറയുക ഹേയ് ഞാൻ നിനക്ക് ഒരു ആയുസ് മുഴുവൻ തരുമോ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ആമേൻ. നിങ്ങൾ തയ്യാറാണോ? ജ്വല്ലറി ഇവിടെ ഇരിക്കുക, എല്ലാ അനുഗ്രഹങ്ങളും. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പോവാ. കുറച്ച് നിമിഷം അന്യഭാഷ സംസാരിക്കാമോ? പറഞ്ഞട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവത്തിൻ്റെ സാന്നിധ്യം, എല്ലാ അഭിഷേകം, എല്ലാ ദൈവ സാന്നിധ്യവും ഇപ്പോൾ എന്നിൽ നിന്നും, എൻ്റെ ആത്മാവിൽ നിന്നും, പരിശുദ്ധാത്മാവിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെ ആത്മാവിനെ നിറയ്ക്കട്ടെ. എൻ്റെ ദേഹിയെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ സകലത്തെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നന്ദി. He is Lord. He has risen from the dead. He is Lord. Every knee shall bow. Every knee shall bow. ചില നിമിഷങ്ങൾ നമ്മൾ മിണ്ടാതെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ പോകുന്നു, ശാന്തമായിട്ട്. പരിശുദ്ധാത്മാവേ, ഞാനങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ പിടിച്ചാട്ടെ. ഞങ്ങളുടെ ആത്മാവ്, ദേഹം, ഞങ്ങളുടെ മനസ്സിനെല്ലാം അങ്ങ് നിയന്ത്രിച്ചാട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വസിക്കുവാൻ ആരംഭിച്ചാലും, അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറച്ചാലും, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇത് അങ്ങയുടെ സമയമാകുന്നു. എഴുന്നേൽക്കണമേ. വായിലുള്ള അൾസർ ഇപ്പോൾ സൗഖ്യമാകുന്നു. വായ് പുണ്ണ് സൗഖ്യമാകുന്നു. കണ്ണുകൾക്കുള്ള പ്രശ്നങ്ങൾ കർത്താവ് എനിക്ക് കാണിക്കുന്നത് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സൗഖ്യമാകുന്നു. സ്വർഗത്തിൽ എന്തൊക്കെ സൗഖ്യമാകുന്നു, സ്വർഗീയ മണ്ഡലത്തിൽ എന്തൊക്കെ സൗഖ്യമാകുന്നു, അത് നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടും. കണ്ണുകൾക്കുള്ള പ്രശ്നം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്ന സൗഖ്യത്തിനായിട്ട് കർത്താവിനെ കാണിക്കുന്നു. ശ്വാസകോശം, നിങ്ങളുടെ ശ്വാസകോശ നാളം, നിങ്ങളുടെ അന്നനാളത്തിലേക്കൊക്കെ ശക്തമായ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 25 വർഷമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഒരാൾക്ക്, ആ അന്നനാളത്തിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പരിശുദ്ധിയുടെ ശക്തി ഇപ്പോൾ വെളിപ്പെടുന്നു. അത് വളരെ സാവധാനം നന്നായിട്ടത് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കഴുത്തിൻ്റെ പ്രശ്നം, കഴുത്തിനുള്ള പ്രശ്നം, നിങ്ങളുടെ കഴുത്തിന് പ്രശ്നം, വേദന ഉള്ള കഴുത്തിന്
പുറകിൽ, കഴുത്തിന് പുറകിൽ വേദനയുള്ളവർ ഒന്ന് കൈവർത്തുക. കർത്താവ് ഇപ്പോൾ ആ അഭിഷേകത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ സൗഖ്യമാകുന്നിപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. അതെ, അതിനെ ആമേൻ നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ടെ ആ സൗഖ്യത്തെ. നന്ദി പരിശുദ്ധാത്മാവേ. മാത്ര കറ്റൂല ബടര ബട ബടര ബട ബട. നന്ദി കർത്താവേ, ക്യാൻസറിനെ സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. മാനസികമായ പീഡനങ്ങൾ അതിപ്പോൾ സൗഖ്യമാകുന്നു. അസ്ഥികൾക്കുള്ള പ്രശ്നം, ആർക്കൊക്കെ ഏത് വിധത്തിലുള്ള അസ്ഥികൾക്കുള്ള പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. അതേ കർത്താവെ പറഞ്ഞാട്ടെ നന്ദി യേശുവേ എന്ന് പറഞ്ഞ് അതിപ്പോൾ സൗഖ്യമാകുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആദിയിൽ ജലത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ പരിവർത്തിച്ചു. അപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഇപ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. നിങ്ങളുടെ കൈമുട്ടിന് ഭയങ്കര വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു സ്വർഗീയ മണ്ഡലത്തിൽ. നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. അതെ, നിങ്ങളതിനെ അംഗീകരിക്കുക. നന്ദി പറഞ്ഞ് നന്ദി യേശുവേ എന്ന് പറഞ്ഞ് അംഗീകരിച്ചാട്ടെ അതിനെ. നന്ദി. സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. സൗഖ്യമാക്കിയതിനായി നന്ദി. സൗഖ്യമാക്കിയതിനായി നന്ദി കർത്താവേ. കർത്താവിനെ കാണിക്കുന്നു. ചിലരുടെ വയറിൽ ഉള്ള ശക്തമായ വേദന എന്താണെന്ന് എനിക്കറിയത്തില്ല. ചില ശക്തമായ വേദന കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന അഭിഷേകത്തെ പുറപ്പെടുവിക്കുന്നു. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. നന്ദി യേശുവേ പറഞ്ഞാട്ടെ. അതേ കർത്താവേ, ഞാൻ നന്ദി പറയുന്നു, എൻ്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിച്ചാട്ടെ. നന്ദി യേശുവേ. നന്ദി കർത്താവേ. ചില വിവാഹമോചനത്തിൻ്റെ പ്രശ്നങ്ങൾ അത് എല്ലാം ശരിയാകാൻ പോവാ. നിങ്ങൾ വീണ്ടും ഒന്നിപ്പിക്കപ്പെടും. വാവ്, ആമേൻ. ശക്കട ബട ബടര ബല ബടര ബലബ ശണ്ടര ബടര ബല ബടര ബല ബടരബ. ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല പൈസ നഷ്ടപ്പെട്ട പാപ്പരായതുപോലെയാണ് ചിലർ വന്നിരിക്കുന്നത്. ഒരു ചെറിയ തുകയും കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. കർത്താവ് സമൃദ്ധിയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് പുറപ്പെടുവിക്കുക. നിങ്ങൾ ഒരിക്കൽ കൂടെ സമൃദ്ധിയുള്ളവരായി മാറും. ഇസ്ഹാക്കിനെ പോലെ നിങ്ങൾ സമൃദ്ധിയുള്ളവരായി തീരും. നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി തീരും. നിങ്ങൾ ആളുകൾക്ക് പണം കൊടുക്കുന്ന വ്യക്തിയായി തീരും. നിങ്ങൾ ധാരാളം പണം നിങ്ങൾ ശുശ്രൂഷകൾക്ക് നൽകും. നന്ദി യേശുവേ. അങ്ങയുടെ സൗഖ്യത്തിനായിട്ട് നന്ദി. എല്ലാവരും നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. പറഞ്ഞാട്ടെ നന്ദി യേശുവേ, ഞാനതിനെ സ്വീകരിക്കുന്നു. എൻ്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സൗഖ്യം ആവശ്യമുണ്ടോ പറഞ്ഞാട്ടെ. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിച്ചാട്ടെ. ഏത് ത്വക്ക് രോഗവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നന്ദി കർത്താവേ. ലീഗിയർ ഇഖീനിയ സുറബല ബഡരബലബ ഷിക്കൽ ബറബ സുബ്രയ കറ്റാരബ ശകരബ. വൈറ്റമിൻ്റെ അഭാവങ്ങൾ, രക്തത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറട്ടെ. നിൻ്റെ സൗഖ്യത്തെ സ്വീകരിക്കുക ഇപ്പോൾ. നന്ദി കർത്താവേ. ആമേൻ. കാതുകളുടെ പ്രശ്നം ഇപ്പോൾ സൗഖ്യമാകട്ടെ. നന്ദി കർത്താവേ.
ജുഡീരക ഡരകടരക ഷിമാർത്തലെ ബബ്രാസി ലുസ്ക പ്രയ ഖത്തുറബഡബ. എനിക്ക് ദൂതന്മാർ ഇവിടെ വരുന്നത് കാണുന്നു. ഞാൻ ഇവിടെ കടന്നു വന്നിട്ട് അവൻ ഓരോ വരികളിലൂടെയും ദൂതന്മാർ സഞ്ചരിച്ച് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. ഓരോ വരികളിലൂടെയും ദൂതന്മാർ നടന്ന് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി നിങ്ങളിലൂടെ, സൗഖ്യമാക്കുന്ന അഭിഷേകം നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ പോകുന്നു. പിതാവേ, ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് അങ്ങയുടെ സമയമാകുന്നു. സൗഖ്യത്തിൻ്റെ അഭിഷേകം, അത്ഭുതം പ്രവർത്തിക്കുന്ന അഭിഷേകം, വിശ്വാസത്തിൻ്റെ അഭിഷേകം, രോഗികളെ സൗഖ്യമാക്കുവാനും അവർ സൗഖ്യമായി തീരുവാനും യേശുക്രിസ്തുവിൻ്റെ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അത് പുറപ്പെടട്ടെ. എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മേലും അത് പുറപ്പെടട്ടെ. എല്ലാവരുടെ മേലും അത് യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടട്ടെ. അത്ഭുതം പ്രവർത്തിക്കുന്ന അഭിഷേകം, ഞാൻ ആ അഭിഷേകത്തെ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നു. ലീക്കി മറക്കറ്റലക്കറ്റരപടവ, സൗഖ്യമാക്കുന്ന അഭിഷേകം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ശക്തമായി സൗഖ്യമാക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായിട്ട് നിന്നെ കർത്താവ് മാറ്റുക. കർത്താവിനോട് പറയുന്നു, ആ അഭിഷേകം ഇപ്പോൾ നിങ്ങളുടെ മേൽ നിഴലിടുന്നു. അത് നിന്റെ മേൽ ഒഴുകി താഴേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ അഭിഷേകത്തെ പുറപ്പെടുവിക്കുന്നു. നിന്നെ ശക്തമായൊരു അത്ഭുത ശുശ്രൂഷകനാക്കി മാറ്റുവാനും നിന്നെ അങ്ങനെ നിലനിർത്തുവാനും നീ എവിടെ പോയാലും അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായിട്ട് തീരുവാനും നീ അതിൽ സ്പെഷ്യലിസ്റ്റ് ആകുന്ന തരത്തിൽ ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തിക്കുന്ന അഭിഷേകം, സൗഖ്യമാക്കുന്ന അഭിഷേകം ഇപ്പോൾ പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി ആരൊക്കെ മുൻനിയമിക്കപ്പെട്ടോ, അങ്ങനെ ഒരു പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി ആരൊക്കെ മുൻനിയമിക്കപ്പെട്ടോ അവരുടെ മേൽ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടട്ടെ. അതിൽ അവർ ആരൊക്കെ സ്പെഷ്യലിസ്റ്റ് ആകുന്നുണ്ടോ അവരുടെ മേൽ അത് വെളിപ്പെടട്ടെ. ഞാനിപ്പോൾ നിർത്താൻ പോകുന്നു. 2 മിനിറ്റിനകത്ത് നിങ്ങളുടെ കരം നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയുടെ മേൽ വെച്ചാട്ടെ. നിങ്ങളുടെ കരം അടുത്തുള്ള വ്യക്തിയുടെ മേൽ വയ്ക്കുക. 2 പേർ വീതം. റംബ്ര കറ്റല ബടര ഘടക ശകധര ഘടകസി. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കൽപ്പിക്കുക, അത്ഭുതങ്ങളും വിടുതലുകളും സൗഖ്യം നടക്കാനായിട്ട് കൽപ്പിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക.